ചെസ് നമ്പർ 13. അഭിവന്ദ്യ സദസ്സിന് നമസ്കാരം. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ പ്രശ്നോത്തരി. അതാ അനർഗളമുയരുന്നുണ്ടൊരു ബഹുജന കോലാഹല നിർജ്ജരീയത. പൊന്നും പവിഴവും മുത്തും കൊണ്ട് പ്രദീപ്തമാക്കപ്പെട്ട രാജദർബാറിൽ വിഷാദഗ്രസ്തനായിരിക്കുന്ന മഹാരാജാവ് അടങ്ങാത്ത ആവേശവും ആകാംക്ഷ നിർഭരിതമായ മനസ്സുമായി ഒരു കൂട്ടം ജനങ്ങൾ ആ കൊട്ടാരത്തിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ്. മഹാപണ്ഡിതന്മാരും കൊട്ടാര ഗുരുക്കളും ജനപ്രതിനിധികളും സന്നിഹിതരായിരിക്കുന്ന ദർബാറിൽ സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് നിഷ്പക്ഷമായൊരു വിധിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് ധർമ്മിഷ്ഠനായ ആ മഹാരാജാവ്. അദ്ദേഹത്തിന്റെ വിധി വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്ത തെറ്റെന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതാ ഹൃദയം കവരൂമ വികാരത്തുടിപ്പിന്റെ നാഴിക കല്യാണ സൗഖം. അന്ന് ആ കൊട്ടാരം ഉണർന്നത് ഉത്സാഹത്തിന്റെ പരിവേഷമണിഞ്ഞുകൊണ്ടാണ്. കാരണം അന്ന് ആ രാജ്യത്തിന് പുതിയൊരു അനന്തരാവകാശിയെ കിട്ടിയിരിക്കുന്നു. എവിടെയും സന്തോഷത്തിന്റെ ആർപ്പുവിളികൾ അലതല്ലി. ആ രാജ്യമൊട്ടങ്ങ് ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. എന്നാൽ ഒരാൾ മാത്രം ചിന്താമഗ്നായി ഒരിടത്തിരിക്കുകയാണ്. ആരാണായിരിക്കുന്നത്? ഓഹോ, മറ്റാരുമല്ല, നമ്മുടെ മഹാരാജാവാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ അദ്ദേഹം എന്തുകൊണ്ടാണ് കാണാൻ വിടാത്തത്? അദ്ദേഹം പറയുകയാണ്, ഇക്കാലം അത്രയും കാത്തിരുന്നിട്ടും ഒരു പെൺകുഞ്ഞിനെയാണല്ലോ ദേവി ഞങ്ങൾക്ക് തന്നത്. ഒരാൺകുഞ്ഞിനെ തന്നിരുന്നുവെങ്കിൽ എന്റെ ആഗ്രഹം സഫലമായിരുന്നു ദേവി. എന്നാൽ രാജ്ഞിക്ക് അങ്ങനെയല്ലായിരുന്നു. 1000 പാട്ടമ്മ പാടിത്തരാം, അമ്മിഞ്ഞ പാലമൃതൂട്ടിത്തരാം, അമ്പിളി മാമലി കൊണ്ടുതരാം. അശ്ശീ നനച്ചു. ഒയ്യോ, പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു. അമ്മയുടെ ചക്കരമോള് കരയണ്ട കേട്ടോ. 1000 പാട്ടമ്മ പാടിത്തരാം, അമ്മിഞ്ഞ പാലമൃതൂട്ടിത്തരാം. രാജ്ഞിയുടെ ചിരകാലാഭിലാഷം ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. കാലം പിന്നെയും കടന്നുപോയി. ആ കുഞ്ഞിന് രാജകീയ ആഡംബരത്തോടെ ചിത്രലേഖ എന്ന് നാമകരണം ചെയ്തു. അങ്ങനെ മാസങ്ങളൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, വർഷങ്ങളേറെ കടന്നുപോയി. ഇപ്പോൾ നമ്മുടെ രാജകുമാരിയെ പറ്റി പറയുകയാണെങ്കിൽ, മാറിയൊന്നാകെ അവൾ, മാരിയിൽ കുളിർത്തോമൽ, താരുളി തളിർമുറ്റി തഴയ്ക്കും ലത പോലെ. ഇപ്പോൾ നമ്മുടെ രാജകുമാരിയുടെ പ്രായത്തെ പറ്റി പറയുകയാണെങ്കിലോ, പച്ചക്കരിമ്പിന്റെ നീരിറ്റു വീഴുന്ന 17കാരിതൻ പ്രായമാണ്. മധുര 17. ഈ സമയം രാജാവ് തന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിനായി പർവ്വതനിരകളുടെ താഴ്വരയിൽ ക്ഷേത്രം പണിയുന്നതിനുള്ള പ്രാരംഭമായി. രാജാവ് സേനാനായകന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു. സേനാനായകന്മാർ ക്ഷേത്രം പണിയുന്നതിനായി ശില്പി ആവശ്യമുണ്ടെന്ന് ആ രാജ്യമൊട്ടങ്ങ് വിളംബരം ചെയ്തു. 2 നാളുകൾക്ക് ശേഷം വളരെ തെക്ക് നിന്നൊരു ശില്പിയും അദ്ദേഹത്തിന്റെ മകനും കൊട്ടാരത്തിൽ നിലയുറപ്പിച്ചു. ഏതാണ്ട് 50-55 വയസ്സ് പ്രായമുള്ള ശില്പിയും അദ്ദേഹത്തിന്റെ 18 വയസ്സ് മാത്രം പ്രായമുള്ള മകനുമാണുള്ളത്. ഈ വിവരം സേനാനായകന്മാർ രാജാവിനെ അറിയിച്ചു. രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് ശില്പിയുടെ അരികത്തേക്ക് വരികയാണ്. ആരാണ് ഈ കുട്ടി? എന്തിനവനെ കൊണ്ടുവന്നു? ഇവനെന്റെ ഉറ്റ കിടാത്തനാണ്, ഇവനെന്റെ ജീവന്റെ ജീവനാണ്, ഇവന് 2 വയസ്സുള്ളപ്പോൾ ഇവന്റെ അമ്മ മരിച്ചതാണ്. പ്രഭു, അടിയനും ഇവനും മാത്രമാണൊരു കുടുംബം. അടിയൻ എവിടെ പണിക്ക് പോകുന്നുണ്ടെങ്കിലും
ഇവനെ കൂടി കൊണ്ടുപോകും. ഞങ്ങൾക്ക് മറ്റാരുമില്ല പ്രഭു. അങ്ങനെ ക്ഷേത്രത്തിന്റെ പണി ശില്പി ഏൽപ്പിക്കുകയും അവർക്ക് താമസിക്കുന്നതിനായി കൊട്ടാര വളപ്പിൽ തന്നെ ഒരു കുടിൽ നിർമ്മിക്കുകയും ചെയ്തു. പിറ്റേന്ന് ക്ഷേത്രം പണിയുന്നതിനായി ശില്പി പർവ്വതനിരകളുടെ താഴ്വരയിലേക്ക് പോയി. ഈ സമയം ശില്പി മകൻ കുടിലിലിരുന്ന് കൊത്തുപണികൾ നടത്തുന്ന സമയത്ത് ഒരു പാദപതൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അതാ കാർമേഘതുല്യം മഴകേറിയ കേശഭാരത്തോടും കാമൻ മുത വിലസിയാടുന്ന നേത്രത്തോടും ചെന്തൊണ്ടിക്ക് സമമായ അധരത്തോടു കൂടിയ ഒരു സുന്ദരിയായ പെൺകുട്ടി. അവൻ സകലതും മറന്ന് ആ സൗന്ദര്യധാമത്തെ ഉറ്റുനോക്കി നിന്നുപോയി. ഞാൻ ചിത്രലേഖ, മഹാരാജാവിന്റെ മകളാണ്. എന്തു പറയണം, എങ്ങനെ പെരുമാറണമെന്നറിയാതെ അവൻ തുടങ്ങി. അവന്റെ പരിചയം കണ്ട് ചിത്രലേഖയ്ക്ക് ചിരി വന്നുപോയി. അല്ല, ഇതുവരെ സ്വയം പരിചയപ്പെടുത്തിയില്ല. അവന്റെ പരിഭ്രമം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജയദ്രഥൻ, ശില്പിയുടെ മകനാണ്. പിന്നീട് അവളൊന്ന് ചോദിക്കാൻ ഒരുമിട്ടതാണ്. പക്ഷേ രാജ്ഞിയുടെ വിളിക്ക് കാതോർത്തുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യോ മാതാശ്രീ വിളിക്കണു, ഞാൻ പോയിട്ട് പിന്നെ വരാം. അവൾ അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ആ സുന്ദരമായ കൺകോണുകൾക്കിടയിലൂടെ അവനൊരു കടാക്ഷം സമ്മാനിക്കാൻ മറന്നില്ല. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ശില്പി മകൻ ഒരു ശില്പം കണക്കെ അവിടെ തന്നെ നിന്നുപോയി. അതുപോലെ തന്നെ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നെങ്കിലും കൺകളടഞ്ഞില്ല, നിദ്ര വന്നെത്തിയില്ല ജയദ്രഥനെന്തോ ഒരു വല്ലായ്മ. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വന്നില്ല. അല്ല, അവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ഈ കാർമേഘതുല്യം മഴകേറിയ കേശഭാരത്തോടും കാമൻ മുത വിലസിയാടുന്ന നേത്രത്തോടും ചെന്തൊണ്ടിക്ക് സമമായ അധരത്തോടു കൂടിയ ആ സുന്ദരിയായ രാജകുമാരി അവന്റെ മനസ്സിൽ മായാതെന്തുകൊണ്ട് കൺകളടഞ്ഞില്ല, നിദ്ര വന്നെത്തിയില്ല ജയദ്രഥനെന്തോ ഒരു വല്ലായ്മ. ഒരു കണക്കിന് തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് ചിത്രലേഖ കുടിൽ വന്നപ്പോൾ ജയദ്രഥൻ കരിങ്കലിൽ ഒരു മാൻശില്പം കൊത്തുകയായിരുന്നു. ആ ശില്പം കണ്ട മാത്രയിൽ ചിത്രലേഖ ആവശ്യപ്പെട്ടു. ഒട്ടും മടിച്ചില്ല ശില്പി മകൻ രാജകുമാരിക്കു നൽകി മാനേ. അതിന്റെ പാരിതോഷികമായി ആരോടും ചോദിക്കാതെ തന്നെ ഒട്ടും മടിച്ചില്ല തന്റെ മാല ശില്പി മകനു കൊടുത്തവളും. അങ്ങനെ അവർ തമ്മിൽ സ്നേഹത്തിന്റെ ശ്രീകോവിലെത്തി. ഇപ്പോൾ നമ്മുടെ രാജകുമാരിയെ കണ്ടാൽ പെണ്ണുകൾ പോലും കൊതിച്ചു പോകും. അത്രയ്ക്ക് സൗന്ദര്യവതിയാണ് നമ്മുടെ രാജകുമാരി. ആരു കണ്ടാലും കൊതിക്കുന്നതായൊരു നാരി ശിരോമണി കോമളാംഗി, പുരുഷ ചിത്തത്തിൻ പ്രേമവികാരത്താൽ പൂത്തിരി കത്തിക്കും മഞ്ജുളാംഗി. മനോഹരമായ കഴുത്തിന്റെ ചലനം, കരലതകളുടെ ചേഷ്ടകൾ, താളത്തിനൊത്ത പാദചലനം, മധുരമായ ശബ്ദം, മണിനാദം പോലുള്ള ചിരി, മനം മയക്കുന്ന കടാക്ഷ വീക്ഷണം, ഇവയെല്ലാം ഒത്തൊരുമിച്ച് ദർശിക്കാൻ ഒക്കുമോ? ഒക്കുമെങ്കിൽ തീർച്ചയായും അതൊരു പേര് നൽകാം, ചിത്രലേഖ. അതെ, സൗന്ദര്യ ദേവത. ഈ സമയം ജയദ്രഥൻ ചിത്രലേഖയുടെ ഈ അഭൗമ സൗന്ദര്യം കരിങ്കലിൽ കുത്തുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശില്പം കൊത്തുകയായി. അതിമനോഹരമായ പ്രതിമ. ചിത്രലേഖ എന്നും ജയദ്രഥന്റെ കുടിയിൽ വന്നു പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം ചിത്രലേഖ വന്നപ്പോൾ തനിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തനത് ഛായ ആ കരിങ്കൽ പ്രതിമയ്ക്ക് ഭാവനയ്ക്കപ്പുറം നിൽക്കും ശില്പത്തെ പാടിപ്പുകഴ്ത്തുവാൻ വയ്യ വയ്യ. സങ്കൽപ്പ ഭംഗിതൻ കുങ്കുമം ചാർത്തിയ സ്വപ്നം വിടർന്നതുപോലെ. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ആ കരിങ്കൽ പ്രതിമയ്ക്ക്. ജീവനുണ്ടെന്ന് പോലും തോന്നിപ്പോകും. അതിന്റെ മിനുക്കുമണികൾക്കായി ജയദ്രഥൻ ചിത്രലേഖയോട് പറയുകയാണ്, ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് എന്റെ കുടിലിൽ വരണം. നിഷ്കളങ്ക സ്നേഹം പൂർണ്ണ മനസ്സോടെയല്ലെങ്കിലും അവൾ സമ്മതിച്ചു. അങ്ങനെ പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ, പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്നു കരുക്കളോടെ. അങ്ങനെ
നേരം സന്ധ്യയായി. ചിത്രലേഖയ്ക്ക് ആകെ പരിഭ്രമമായി. അച്ഛൻ അറിഞ്ഞാൽ തന്നെയും ജയദ്രഥനെയും അരിഞ്ഞു വീഴ്ത്തും. പോകണോ അതോ വേണ്ടയോ? പോകണം. പോയില്ലെങ്കിൽ തന്നെയും പ്രതീക്ഷിച്ച് ജയദ്രഥൻ കാത്തിരിക്കും. അങ്ങനെ നേരം രാത്രിയായി. എല്ലാവരും ഉറക്കമായി. കടുത്ത നിദ്ര. ഈ സമയം ചിത്രലേഖ കുറച്ച് മുത്തുമാലിൽ കഴുത്തിലണിഞ്ഞ് ഒരു ശംഖുപുഷ്പവും തലയിൽ ചൂടി ജയദ്രഥന്റെ കുട്ടിലേക്ക് ചെന്നപ്പോൾ അതാ ഒരു റാന്തൽ കത്തിച്ച് ജയദ്രഥൻ ചിത്രലേഖയെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കില്ലം ചില്ലം കില്ലം ചില്ലം ചിലതൻ നിലതമുയർന്നു. വെല്ലും കൈകളിൽ അമരും മുളിതൻ മിന്നൽ പിണരുമുയർന്നു. വർണ്ണ ചായം ചേർത്തു മെല്ലെ മിനുക്കിയെടുത്തു. കല്ലിനു ജീവൽ സ്പന്ദനമേകി മറ്റൊരു രാജകുമാരി. ഏതാനും മണിക്കൂറുകൾക്കകം ശില്പത്തിന്റെ കൊത്തുപണികൾ അവസാനിച്ചു. ഈ സമയം ചിത്രലേഖ കൊട്ടാരത്തിൽ കാണാതായപ്പോൾ രാജാവ് ക്ഷേത്ര പരിസരങ്ങളിലും മറ്റും അന്വേഷിച്ചിരുന്നു. എവിടെയും കണ്ടെത്താനാവാതെ ചിത്രലേഖ ചെല്ലാറില്ല ജയദ്രഥന്റെ കുടിലേക്ക് ചെന്നു. അതിൽ തുറന്നപ്പോൾ കണ്ടത് തന്റെ മകളുടെ കാൽക്കൽ. ശില്പി മകന്റെ നിദ്രയോ? അദ്ദേഹത്തിന് കോപം സഹിച്ചില്ല. കോപം നിയന്ത്രിക്കാനാവാതെ അദ്ദേഹം തന്റെ ഉടവാളെടുത്ത് ശില്പി മകന്റെ കഴുത്തിൽ ആഞ്ഞുവെട്ടി. ശില്പി മകന്റെ ശിരസ് ഒരു റബ്ബർ പന്ത് കണക്കെ ആ ശരീരത്തിൽ നിന്ന് തെറിച്ചു. ചുടുനിണം ചീറ്റി ഒഴുകി. ഇതെല്ലാം കണ്ട് നിശ്ചേഷ്ടയായി നിർവികാരെ നിശ്ചലയായി നിൽക്കുന്ന തന്റെ മകളുടെ കൈക്ക് പിടിച്ച് വലിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് തന്റെ അമ്മളി മനസ്സിലായത്. അത് കരിങ്കൽ പ്രതിമയായിരുന്നു. ഇത്രയും കലാവൃത്തിയുള്ള ഒരു കലാകാരനെയാണല്ലോ താൻ കൊന്നത് എന്നറിഞ്ഞ് വിഷമിച്ച് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. എന്നാൽ ഇത് കേട്ടറിഞ്ഞവൻ ശില്പി കണ്ടത് രക്തത്തിൽ കുളിച്ച് ശിരസ്സറ്റ് കിടക്കുന്ന തന്റെ മകന്റെ ജഡമാണ്. അദ്ദേഹം തന്റെ മകന്റെ രക്തമൊലിക്കുന്ന ശിരസ്സുമെടുത്ത് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. ഇവരെന്റെ ഉറ്റ കിടാത്തനാണ്. ഇവനെന്റെ ജീവന്റെ ജീവനാണ്. പ്രഭു, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് മറക്കരുത് പ്രഭു, മറക്കരുത്. എന്റെ മകന് വെട്ടിയ വാള് കൊണ്ട് തന്നെ എന്റെ തലയെ വെട്ടി വീഴ്ത്തുവിൻ. ആ പിതാവിന്റെ ദുഃഖം അണ പൊട്ടിയൊഴുകി. രാജാവ് ഇതികർത്തവ്യമൂടനായി നിന്നതല്ലാതെ ഒന്നും മുരിയാടിയില്ല. ഉടൻ തന്നെ ശില്പിക്കുടിയിലേക്ക് പോവുകയും അന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. അന്ന് രാത്രി പണി തീരാത്ത ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരത്തിൽ രാജകുമാരി തൂങ്ങി മരിച്ചു. തന്റെ മകളെ അവസാനമായി നോക്ക് കാണാൻ വന്ന രാജാവ് കണ്ടത് നാവ് കടിച്ച് കണ്ണു തുറിച്ച് വികൃതമായി കിടക്കുന്ന തന്റെ മകളുടെ ജഡമാണ്. ഇതുകൊണ്ട് നിൽക്കാൻ ശേഷിയില്ലാതെ മുഖം തിരിച്ച അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊട്ടാരത്തിന്റെ തുറന്നട്ട ജാലകത്തിലൂടെ പുറത്തുള്ള കുടിയിൽ ചെന്ന് തറച്ചു നിന്നു. അതവിടെ രാജകുമാരി നിൽക്കുന്നു. അദ്ദേഹം സകലം മറന്ന് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിന്റെ ചുടുകണ്ണുനീർ ധാരധാരയായ പ്രതിമയിലൊഴുകി. തന്റെ മകളുടെ ജീവിച്ചതിന് മുഴുവൻ പ്രതിമയിലേക്ക് ആവാഹിച്ച ശില്പിമകന്റെ മുഖം ഈ സമയം രാജാവ് മനസ്സിൽ കണ്ടു. പ്രതിമയ്ക്ക് മുമ്പിൽ തന്റെ മകൾ നഷ്ടപ്പെട്ട വേദന അണിഞ്ഞില്ലാതാകുന്നു പോലെ. ഉടൻ തന്നെ ശില്പിയുടെ വാക്കുകൾ ഒരു മിന്നൽ പിണ്ട പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കാക്കയ്ക്ക് താൻ കുഞ്ഞു പൊൻകുഞ്ഞാണെന്ന് മറക്കരുത്. രാജാവ് ആകെ പശ്ചാത്താപവിവശനായി. അദ്ദേഹം തന്റെ തെറ്റ് ഏറ്റു പറഞ്ഞ് എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ സ്വമേധയാ തയ്യാറായി. സഹൃദയരെ, അതിനാണ് ഇന്ന് ഈ രാജദർബാർ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതാ അനർഗളമുയരുന്നുണ്ടൊരു ബഹുജന കോലാഹല നിർജരീയത. ഇനി വിധി പറയേണ്ടത് നിങ്ങളാണ്. ഇതുപോലെ നമ്മുടെ ഭരണയന്ത്രം തിരിക്കുന്ന ഓരോരുത്തരും അവരോടൊപ്പം നമ്മളും ഒരു ചെറിയ ആത്മപരിശോധനയ്ക്ക് മുതിർന്നിരുന്നുവെങ്കിൽ. അതെ, എന്റെ പ്രശ്നോത്തരി നീ കൊച്ചു കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.